അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ദിവസവും കേട്ട് വരാറുള്ള കുറച്ച് പ്രശ്നങ്ങളാണ്. മക്കളുടെ വിദ്യാഭ്യാസം നടക്കുന്നില്ല, കല്യാണപ്രായമായി, പക്ഷെ എങ്ങനെ നടത്തും എന്ന് അറിയില്ല. ജോലിയിലാണെങ്കിലും ബർക്കത്തില്ല, വീട് വെച്ചിട്ട് അത് പാതി വഴിയിൽ കിടക്കുകയാണ്. ബിസിനസ് ആവശ്യം ഒന്നും നടക്കുന്നില്ല, ബിസിനസ്സിൽ ഒരു പുരോഗതിയും ലഭിക്കുന്നില്ല. ഒരുപാട് വിഷമത്തിലാണ്, കടങ്ങൾ കൊണ്ട് ഒരുപാട് വിഷമത്തിലാണ്. ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് എങ്കിൽ ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു ദിക്റ് ഇൻഷാ അല്ലാഹ് പതിവാക്കിക്കോ. ഇന്ന് തന്നെ നിങ്ങൾ ദിവസവും ചൊല്ലിക്കോ. ഉറപ്പായിട്ടും അതിനുള്ള മാർഗം, പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളിലേക്ക് തന്നെ എത്തിക്കുന്നതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള ദിക്റാണിത്. ബുദ്ധിമുട്ടുകളോ, ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ മാനസികവും പരമായിട്ടുള്ള, ശാരീരികപരമായിട്ടുള്ളതും സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നീങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ഒരു സഹാബിക്ക് പറഞ്ഞു കൊടുത്ത ദിക്റാണ്. അതുകൊണ്ട് ആരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതിരിക്കുക, മുഴുവനായിട്ട് കാണുക. പുതിയതായിട്ട് കാണുന്നവരാണ് എങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാത്തവര്, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും എല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഇല്ലേ? അതെല്ലാം എവിടെ നിന്ന് വരുന്നവരാണ്? എവിടെ നിന്നാണ്? അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നാണ് അതെല്ലാം വരുന്നത്. അതുകൊണ്ട് നമ്മൾ ക്ഷമയോട് കൂടി കാത്തിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുന്നതാണ്. നമ്മൾ കുറച്ച് ക്ഷമിക്കുക, എല്ലാം അള്ളാഹു അത് നോക്കിക്കോളും. നമ്മൾ അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്താൽ മാത്രം മതി. അള്ളാഹുവിനെ ഒരിക്കലും കൈവിടാൻ പാടില്ല. ഞാൻ ഈ ദിക്ർ ചൊല്ലിയാൽ എൻ്റെ ജീവിതത്തിൽ ബർക്കത്ത് വരും. അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് മാറ്റാൻ കഴിയാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം മാത്രം ഉണ്ടായാൽ മതി. ബാക്കിയെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആല നോക്കിക്കൊള്ളും. ഒരിക്കൽ ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, നബിയെ, ഞാൻ സാമ്പത്തികപരമായിട്ട് വളരെ വളരെ പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. എൻ്റെ ആ പ്രയാസങ്ങളെല്ലാം ഒന്ന് നീങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നബി എന്തെങ്കിലും ഒരു മാർഗം എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഒരു ദിക്ർ പറഞ്ഞു കൊടുത്തു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം അസ്തഗ്ഫിറുല്ലാഹ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം അസ്തഗ്ഫിറുല്ലാഹ്. ഈ ഒരു ദിക്ർ പതിവാക്കിക്കോളൂ. സുബഹയുടെ സമയത്ത് സുബഹി നമസ്കരിച്ചതിന് ശേഷം ആ നിസ്കാരപ്പായിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ ഒരു ദിക്ർ നിന്നെക്കൊണ്ട് എത്ര തവണ ചെല്ലാൻ കഴിയുമോ അത്രയും നീ ചൊല്ലിക്കോ എന്നും പറഞ്ഞ് ആ സഹാബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വിട്ടു. ആ ഒരു ദിക്റുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് അദ്ദേഹം വീട്ടിലേക്ക് പോയി. എന്നിട്ട് കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും ആ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ, താങ്കൾ പറഞ്ഞു തന്ന ആ ഒരു ദിക്ർ ഞാൻ ചൊല്ലി. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ പണങ്ങളെല്ലാം ഞാൻ ഇപ്പോൾ എവിടെ സൂക്ഷിക്കും എന്ന് പോലും എനിക്കറിയില്ല. അത്രയ്ക്ക് പണങ്ങളും സമ്പത്തുമാണ് എനിക്ക് ഈ ഒരു ദിക്ർ കൊണ്ട് ലഭിച്ചിട്ടുള്ളത്. ആത്മാർത്ഥമായിട്ടാണ് ഞാൻ ചൊല്ലി. ഇൻഷാ അല്ലാഹ് അള്ളാഹു എനിക്കത് തന്നു. ഇനി ഞാൻ അതൊക്കെ എവിടെ വെക്കും? ഞാൻ വളരെ സന്തോഷത്തിലാണ് നബിയെ എന്നും പറഞ്ഞിട്ടാണ് ആ ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീണ്ടും കാണാനായിട്ട് വന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിക്റിന് അത്രയ്ക്ക് മഹത്വമാണ്. ഈ ഒരു ദിക്ർ ആരും പാഴാക്കാൻ പാടില്ല. ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് എങ്കിൽ ഈ ഒരു ദിക്ർ സുബഹയുടെ സമയത്ത് 100 പ്രാവശ്യം ചൊല്ലുക. എന്നിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പം നമുക്ക് എന്തെങ്കിലും കുറച്ച് പണം ഉണ്ട് എങ്കിൽ നമ്മളത് സദക്ക കൊടുക്കുക. പിശുക്ക് പിടിക്കാൻ പാടില്ല, അതിൻ്റെ ഇരട്ടിയായി നമ്മുടെ കയ്യിൽ നിന്ന് പോകും. നമ്മൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ളതിൻ്റെ പാതി നമ്മൾ സദക്ക കൊടുക്കുകയാണ് എങ്കിൽ അതിൻ്റെ ഇരട്ടി നമ്മളിലേക്ക് തന്നെ, നമ്മുടെ ഈ ദുനിയാവിൽ വെച്ച് തന്നെ നമുക്കത് ലഭിക്കുന്നതാണ്. ഈ സദക്ക കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് പ്രതിഫലമാണ് ലഭിക്കാൻ പോകുന്നത്. നമ്മൾ കൊടുക്കുന്ന ആൾ നമ്മൾക്ക് എപ്പോഴും ദുആ ചെയ്യും. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഒരുപാട് പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ് സദക്ക. അതുകൊണ്ട് ഉള്ളതിൽ പാതി നമ്മൾ ഇല്ലാത്തവന് കൊടുക്കുക. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു ദിക്ർ പതിവാക്കുക. ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീങ്ങി കിട്ടുന്നതാണ്.
ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.